കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി രംഗത്ത്. കേന്ദ്ര ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ നിരാശ നൽകുന്നതാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര നിരാശ ആവേണ്ട ഒരു ബഡ്ജറ്റ് ഇതിനു മുമ്പുണ്ടായില്ല. ഇവരുടെ ബഡ്ജറ്റിൽ തന്നെ ഇതിനു മുമ്പുള്ള ഒന്നും ഇത്ര നിരാശയായിരുന്നില്ല. കേരളം കേന്ദ്രത്തിന്റെ ചിന്തയിൽ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമുണ്ടായിട്ടും സഹായങ്ങളൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ബഡ്ജറ്റ് എന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. കേരളം എന്നത് അവരുടെ ചിന്തയിലില്ല, അവരെ മനസ്സിലുമില്ല, അവരെ ഭൂപടത്തിലുമില്ല. കേരളം ഒരു പരിപൂർണ അവഗണന തന്നെ. രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു പ്രളയ ദുരന്തം ഉണ്ടായിട്ട് പോലും ഒരു 10 പൈസ അവർ കൊടുത്തിട്ടില്ല. ഇപ്പോൾ അതിന് ശേഷം വരുന്ന ഫസ്റ്റ് ബഡ്ജറ്റിലെങ്കിലും എന്തെങ്കിലുമൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു. ഇതോടുകൂടി ഉറപ്പിക്കാം, കേരളത്തിനെ അവർ പൂർണ്ണമായും അവഗണിക്കുകയാണ് എന്നുള്ളത്. ലോക്സഭാ അംഗവും കേന്ദ്രമന്ത്രിയും ഉണ്ടായിട്ട് പോലും കേരളത്തിന് പ്രയോജനമില്ലെന്നും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയോട് എന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നുവെന്നും PK കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു. BJPക്ക് ഒരു പാർലമെന്റ് മെമ്പറും അത് ഒരു മന്ത്രിയും ആയ ശേഷമാണ് കേരളത്തോടുള്ള ഏറ്റവും വലിയ അവഗണന തുടങ്ങിയത്. ആയ മന്ത്രിയോട് എന്തോ ദേഷ്യമുള്ള പോലെയാണ്. കാരണം അതിന് മുമ്പ് കിട്ടിയിരുന്നത് പോലും ഇപ്പോൾ കിട്ടാതായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തെ അവർ ഇന്ത്യയുടെ പരിഗണിക്കേണ്ട ഒരു സ്റ്റേറ്റായി കാണുന്നില്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. ഒരു കാര്യം തീർച്ചയാണ്, മൻമോഹൻ സിംഗ് ഇരുന്ന കാലം ഇപ്പോൾ ആളുകൾ ഓർത്തു പോകും. കേരളത്തിൽ എത്രയോ മന്ത്രിമാർ, അതേപോലെ തന്നെ വലിയ പരിഗണന. ആ കാലമൊക്കെ പോയി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശൂന്യമായ ഒരു സ്ഥിതിയാണ്. വലിയ അപകടകരമായ ഒരു പ്രവണതയാണത്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ അർഹിക്കുന്നത് ആ സ്റ്റേറ്റ് കൊടുക്കേണ്ടതാണ്. നേടിയെടുക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിനൊട്ട് സാധിക്കുന്നുമില്ല. അതാണ് വേറെ ഒന്ന്. UDF ഗവൺമെന്റ് ആയപ്പോൾ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, ഇവർക്കൊട്ടിപ്പോൾ കഴിയുന്നുമില്ല. ജനങ്ങൾ സഫർ ചെയ്യാണ്.